ഈ വിമാനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കൂടി ഞാൻ പ്രേക്ഷകരോടുമായി പങ്കുവയ്ക്കാം. ബോയിങ് 787 ഡ്രീം ലൈനർ ബോയിങ് കൊമേഴ്സ്യൽ എയർപ്ലെയിൻസ് എന്ന് പറയുന്ന US-ലെ ബോയിങ് കമ്പനി. ആ ബോയിങ് കമ്പനിയാണ്. വൈഡ് ബോഡി ഇരട്ട എഞ്ചിൻ ജെറ്റ് വിമാനമാണ്, ഡ്യുവൽ എഞ്ചിൻ ജെറ്റ് വിമാനമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇത്തരം വിമാനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ഒരു വിമാനത്തിന് ത്രസ്റ്റ് പ്രവർത്തിക്കാതിരുന്നാലോ മറ്റോ വിമാനത്തിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കുറവാണ്. ദീർഘദൂര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിലവിൽ അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിനാവട്ടെ 13,500 കിലോമീറ്റർ നേരിട്ട് പറക്കാൻ കഴിയും. അതുകൊണ്ടാണ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ എയർപോർട്ടിലേക്ക് ഉണ്ടായിരുന്നത്. സർവീസ് ആരംഭിച്ചത് 2011 ഒക്ടോബർ 26 ഓൾ നിപ്പോൺ എയർവേസ് ജപ്പാൻ്റെ ഭാഗമായിട്ടാണ്. 7878, 7879, 7810 എന്നിങ്ങനെ 3 പ്രധാന വേരിയൻറ്റുകളാണ് ഈ ഡ്രീം ലൈനർ എന്ന കാറ്റഗറി വിഭാഗത്തിൽ ബോയിങ്ങിനുള്ളത്. അഹമ്മദാബാദിൽ തകർന്നത് ബോയിങ് 7878 എന്ന വിമാനമാണ്. ഏകദേശം 242 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് കൂടാതെ ക്രൂവിനെ അടക്കം പരമാവധി 250 പേരെ വഹിക്കാം, ക്രൂ അടക്കം. 242 യാത്രക്കാർക്ക് ഉള്ള സീറ്റുകൾ, 56.7 മീറ്റർ നീളം, ചിറകിൻ്റെ വിസ്താരം എന്ന് പറയുന്നത് 60.1 മീറ്ററാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഭാരം 2,27,930 കിലോഗ്രാം എന്ന നിലയിലാണ്. ക്രൂസിംഗ് വേഗത 900 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഒറ്റപ്പറക്കൽ പരിധി 13,530 കിലോമീറ്റർ വരെ ഇന്ധനം നിറയ്ക്കാതെ പറക്കാൻ സാധിക്കും. നോൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. കുറഞ്ഞ ശബ്ദത്തിൽ മികച്ച യാത്രാനുഭവം, കൂടുതൽ ഇന്ധനക്ഷമതയൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ലിഥിയം അയൺ ബാറ്ററിയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി 2013 തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പുക വരികയും തീപിടിക്കുകയും ചെയ്ത സംഭവങ്ങൾ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിലുണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടും ബോയിങ് 787 വിമാനങ്ങൾ താൽക്കാലികമായി നിലത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബാറ്ററി സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ബോയിങ് എഞ്ചിനീയറായ സാം സാൽപൂരിൻ്റെ വെളിപ്പെടുത്തൽ 2024 നിർമ്മാണത്തിൽ ഗുരുതരമായ ചില ഷോർട്ട് കട്ടുകൾ കമ്പനി സ്വീകരിച്ചു എന്നതായിരുന്നു. ഡ്രീം ലൈനർ 787 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾക്കെതിരെയുള്ള വലിയ ആക്ഷേപം. ഫ്യൂസലേജിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയ വിടവുകളുണ്ടെന്നും നിർമ്മാണ പ്രക്രിയയിൽ മാറ്റങ്ങൾ വരുത്തിയെന്നും ബോയിങ് തന്നെ പറഞ്ഞിരുന്നു. സാം സഹൽപൂരിൻ്റെ ആരോപണത്തിൽ അന്വേഷണം ഈ ഘട്ടത്തിലും തുടരുകയാണ്. നിലവിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന എയർ ഇന്ത്യ 171 എന്ന വിമാനത്തിനാവട്ടെ 2024 ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചിരുന്നു. ആ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇതേ വിമാനം തന്നെ നിലത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷവും ഇതേ വിമാനം പിന്നീട് ലണ്ടൻ അടക്കമുള്ള ഡെസ്റ്റിനേഷനുകളിലേക്ക് ഉപയോഗിച്ചു. അതിൽ യാത്ര ചെയ്ത നിരവധി യാത്രക്കാർ വിമാനത്തിലെ പോരായ്മകളെക്കുറിച്ച്, പ്രത്യേകിച്ച് വിമാനത്തിൽ മഴ പെയ്യുന്ന സമയത്ത് വിമാനത്തിനുള്ളിലേക്ക് ചോർച്ചയുണ്ടാകുന്നത്, വിമാനത്തിലെ പാസഞ്ചർ അമ്യൂണിറ്റീസ് പ്രധാനമായിട്ടും അതിൻ്റെ വീഡിയോ പ്രവർത്തിക്കാതിരിക്കുന്നത്,